പതിവ് പോലെ മറ്റൊരു ശുഭദിനത്തിലേക്ക് കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ ദിവസവും ശുഭല നമ്മളിപ്പോൾ ഇത് അണിയറയിൽ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മൾ പറയും നമ്മൾ ശുഭദിനം എന്നൊരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഓരോ ദിനവും ശുഭദിനമാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു പക്ഷേ അവതാരകരായ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലരിൽ നിന്നും പകർന്നു കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ദിവസവും ഇവിടെ മുഖവുരയായൊക്കെ പറയുന്നത്. ഒരു ദിവസത്തിന്റെ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് എന്താണ് ഹാപ്പിനെസ് ആണോ അതോ നമുക്ക് ദുഃഖമാണോ നൽകിയത് എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇത് കുറേയൊക്കെ ഒരു മനസ്സിന്റെ അവസ്ഥയാണ് എന്ന് പറയത്ര. ഏജ് ഈസ് എ മൈൻഡ് സെറ്റ് എന്ന് പറയും. വളരെയധികം പ്രായമായ ആളുകൾ പോലും യുവാക്കളെ പോലുള്ള വളരെ ഫ്രഷ് ഐഡിയാസും അതുപോലുള്ള താല്പര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരുപാടുണ്ട്. എപ്പോഴും മനസ്സിൽ യുവത്വം കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മനസ്സ് തന്നെയാണ് എല്ലാം എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നമ്മളുടെ മനസ്സിനെ എങ്ങനെ നമ്മൾ റൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് സെയിൽ ചെയ്യുന്നു, ഏത് ദിശയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു, അതിനനുസരിച്ചായിരിക്കും അത്ര ആത്യന്തികമായ നമ്മളുടെ സന്തോഷം ഉണ്ടാവുക. ഇപ്പോൾ ഇത്തരം മുഖവരകൾ പറഞ്ഞു വന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു സെയിം കൂടെ പറയുന്നുണ്ട്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിലുണ്ട് നമ്മുടെ മനസ്സിൽ അദമ്യമായ ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ മനസ്സിൽ തന്നെ ഇട്ട് താലോലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ്. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ മിസ്റ്റർ വിജയൻ, അതായത് മൈൻഡ് പവർ പ്രോഗ്രാമിങ്ങിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. മനസ്സിൻ്റെ ദിശകളെക്കുറിച്ചും മനസ്സിൻ്റെ സന്തുലനാവസ്ഥകളെക്കുറിച്ചും മനസ്സിനെ എങ്ങനെ നമ്മൾ റൂട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രോഗ്രാമിൽ പറയുന്നത് എങ്ങനെ കോടീശ്വരന്മാരെ സൃഷ്ടിക്കാം, വെറും കോടീശ്വരന്മാരല്ല, അതിലൂടെ മനസ്സിൽ നന്മയുള്ള കോടീശ്വരന്മാരെ സൃഷ്ടിക്കാം. കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് വെറും പണത്തിൽ അധിഷ്ഠിതമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഈ നന്മയുടെ ഒരു അവസാനം കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണെന്നും അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അദ്ദേഹവുമായി സംസാരിക്കാം. കൂടുതലായി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് വായിച്ച ശേഷം ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു കാര്യം, എങ്ങനെ ഒരു കോടീശ്വരന്മാർ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഉണ്ടാവും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതലായി? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മൈൻഡ് പവർ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കോടീശ്വരന്മാരെ മൈൻഡ് പവർ വെച്ചിട്ട് സൃഷ്ടിക്കാൻ പറയാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിന്റെ പവർ, മനസ്സിന് രണ്ട് വിധത്തിലുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് പവർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ട്. ഇപ്പോൾ ബോധ മനസ്സിന് സാധാരണ ഇത് 10% പവേഴ്സേ ഉള്ളൂ. ഉപബോധ മനസ്സിന് നമുക്ക് 90% പവേഴ്സ് ഉപബോധ മനസ്സിലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് വളരെ സൂക്ഷിച്ച് ആഹാരം കഴിക്കുന്നത്. അത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ എന്തെല്ലാം സംഭവിക്കുന്നു, അത് ഡൈജസ്റ്റ് ചെയ്യുന്നു, മെറ്റബോളൈസ് ചെയ്ത് ഓരോ സെല്ലുകളിൽ പോയത് എനർജി ആകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഹാർട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഗ്ഗ് അത് ഒരു കുട്ടിയായി വളർന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്നതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സാണ്. അപ്പോൾ ഉപബോധ മനസ്സിൽ നമ്മൾ ഇമേജസ് ആയിട്ട് ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെല്ലാം കിടക്കും. അപ്പോൾ ആ ഉപബോധ മനസ്സിന്റെ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പവേഴ്സ് ആണ്. ആ ഉപബോധ മനസ്സിലൊരു കാര്യം ചെറുതായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു ഡോക്ടർ ആകാനുള്ള ഒരു പിക്ചർ, ഒരു സ്റ്റെത്തൊക്കെ ഇട്ട് വെള്ള വസ്ത്രമൊക്കെ നടക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു പിക്ചർ കുട്ടിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മനസ്സിൽ പിക്ചർ കയറിയിട്ടുണ്ട്, ആ ഇമേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി ഡോക്ടറായിട്ട് നിൽക്കും. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യപ്രകാശം പുറത്ത് നിൽക്കുന്നത് സ്കാറ്റർ ചെയ്താണ് കിടക്കുന്നത്, പവർലെസ് ആണ്. അത് നമ്മളൊരു മാഗ്നിഫൈങ് ഗ്ലാസ്സിലൂടെ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പവർഫുള്ളായി, അത് ഒരു ദിശയിലേക്കായി. അപ്പോൾ നമ്മളൊരു ബുക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ അത് ബേൺ ചെയ്യാൻ തുടങ്ങും. എന്നതുപോലെ നമ്മുടെ മനസ്സിലൂടെ വരുന്ന ചിന്ത, ഇപ്പം മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞപ്പോൾ ഒരു 10-12 ചാനൽ ഒന്നിച്ചൊരു സ്ക്രീനിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അത് നമുക്കൊന്നും വ്യക്തമാണ്. എന്നതുപോലെ മിക്കവാറും എല്ലാവരുടെ മനസ്സിൽ കൂടെ ഒരുപാട് ചിന്തകൾ ഒരേ സമയത്ത് കടന്നു. അതിന് പകരം അത് ട്യൂൺ ചെയ്ത് ഒരൊറ്റ ചാനലാക്കുക, അപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. എന്നതുപോലെ എല്ലാവരുടെ മനസ്സിൽ കൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോവുക. ഒരു മനുഷ്യന് ഒരു 36,000 ചിന്തകളാണ്, 36,000 മുതൽ 60,000 ചിന്തകൾ വരെയാണ് ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ആ 30,000 ചിന്തകൾ 30,000 ചിന്തകളും ഒന്നിനെക്കുറിച്ച് മാത്രമാവുകയാണെങ്കിൽ, ആ ഡോക്ടർ ആകുന്നതിനെ കുറിച്ചോ ഇല്ല കോടീശ്വരനാകുക എന്ന് പറയുമ്പോൾ
ഇപ്പോഴത്തെ കോടീശ്വരൻ എന്ന് സാധാരണഗതിയിൽ എല്ലാവരുടെ വാക്കുകൾ കൂടെ വരുന്നത് ഈ 100 കോടി ആകുമ്പോഴാണ് ബില്യണയർ എന്ന് പറയുന്നത്. അപ്പൊ ബില്യണയർ എന്ന് പറയുന്നതിനാണ് ഇന്നത്തെ വാക്കുകൾ കോടീശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ബില്യണയർ ആകാനായിട്ട് തന്നെ ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടറുടെ ഇമേജ് വരുന്നത് പോലെ തന്നെ ഒരു ബില്യണയറിന്റെ ഒരു ഇമേജ് മനസ്സിൽ കൊടുക്കുക. അത് ലോകം മുഴുവനുള്ള ബില്യണയർമാർ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ മനസ്സിലുള്ള പിക്ചർ എന്താണോ ആ പിക്ചർ, അത് എന്തിനു വേണ്ടിയുള്ള പിക്ചറാണോ ആ പിക്ചർ ഉപബോധ മനസ്സിൽ അത് ശക്തമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് 30,000 പ്രാവശ്യമെങ്കിലും ദിവസം ഇത് മാത്രം കാണാൻ പറ്റി കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ഞാൻ ബില്യണയർ ആകണം. അപ്പോൾ അത് ബില്യണയറായി എളുപ്പത്തിൽ അങ്ങനെ ബില്യണയർ ആകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് തടസ്സങ്ങളായിട്ടുള്ളതെല്ലാം മനസ്സിൽ കിടക്കുന്ന ആ തടസ്സങ്ങളെ റിമൂവ് ചെയ്തതിന് ശേഷം പിക്ചർ കൊടുക്കണം. ഞാൻ അതിനെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വലിയ കെട്ടിടം റോഡിൽ നമ്മൾ ധാരാളം വലിയ വലിയ ഹോട്ടൽസ് ഒക്കെ കാണുന്നുണ്ട്. ആ ഹോട്ടൽ എവിടെ നിന്നാണ് വന്നത്? ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്ലാറ്റൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പം ഈ വർഷം കാണാത്ത കെട്ടിടമാണ് അടുത്ത വർഷം ചെല്ലുമ്പോഴത്തേക്ക് ഉയരുന്നത്. ആ കെട്ടിടം അവിടെ ഉയരുന്നത് ആ കെട്ടിടം ഒരാളുടെ മനസ്സിലായിരുന്നു. ആ മനസ്സിലുണ്ടായിരുന്ന കെട്ടിടം ആർക്കിടെക്റ്റിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് അത് കോൺട്രാക്ടർക്ക് കൊടുത്ത് കോൺട്രാക്ടർ സിമെന്റും കല്ലും ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഫില്ലിൻ ചെയ്യുകയാണ്. അപ്പൊ ഫില്ലിൻ ചെയ്യുന്നത് പോലെ തന്നെ ഈ കോടീശ്വരന്റെ മനസ്സിൽ ഒരു ബ്ലൂ പ്രിന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ പ്രിന്റ് ആണ് പതിയെ ഫില്ലിൻ ചെയ്ത് അദ്ദേഹം ഒരു കോടീശ്വരനാകുന്നത്. അപ്പൊ ആദ്യമേ നമുക്കൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാകണം. അപ്പൊ ചെറിയ ബ്ലൂ പ്രിന്റുമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു കോടീശ്വരനാകാൻ പറ്റത്തില്ല. ഇതൊരു മെറ്റീരിയലിസം ആണോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. എന്തിനു വേണ്ടി നമ്മൾ കോടീശ്വരനാകണം? അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ മനസ്സിലെ ബ്ലൂ പ്രിന്റിനെ ഉടച്ചു വാർക്കണം. ഉടച്ചു വാർത്ത് ഒരു വളരെ വലിയൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ എപ്പോഴും കാണുന്ന താജ്മഹൽ. ഈ താജ്മഹൽ അവിടെ ഒരു ബാരൻ ലാൻഡ് ആയിരുന്നു. പക്ഷെ ഒരു വ്യക്തിയുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായി. അപ്പൊ അവിടെ ഒരു സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഒരു സിമ്പലായിട്ട് ഒരു കെട്ടിടം വരണം, ഒരു വലിയ കുടീരം വരണം. അപ്പൊ അവിടെ അതിന് വേണ്ടിയിട്ടൊരു ആശയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് 1 യൂണിറ്റോ 100 യൂണിറ്റോ 1000 യൂണിറ്റോ അല്ല, മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിറ്റ് ഡിസയർ തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു ബ്ലൂ പ്രിന്റ് വന്നു, ഡിസൈൻ വന്നു, മെറ്റീരിയൽ വന്നു, റിസോഴ്സസ് വന്നു. ഫൈനലി ഇറ്റ്സ് എമർജ്ഡ് ഔട്ട് ഓഫ് നത്തിങ്. ഇപ്പൊ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും, 160 നിലകളുള്ള ഒരു കെട്ടിടം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബൈയിൽ പണി കഴിപ്പിച്ചു. അപ്പൊ ആ കെട്ടിടം തന്നെ പണി കഴിപ്പിച്ചത് ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നുമാണ് അങ്ങനെ കെട്ടിടം വന്നത്. അപ്പൊ കെട്ടിടത്തെ കുറിച്ച് ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ലോകത്തെ പല കമ്പനികളും കോർപ്പറേറ്റ്സ് വന്ന് ആ കെട്ടിടത്തിന്റെ ഫ്ലോർ ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് മത്സരിച്ച് ബുക്ക് ചെയ്ത് അവർ പണം കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ച ആളിന് മുടക്കൊന്നും വന്നില്ല. കേരളത്തിൽ ഇന്നൊരു 100 നില കെട്ടിടത്തിനെ കുറിച്ച് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും നല്ലൊരു സംരംഭകൻ ചിന്തിക്കുകയാണ്, ഞാൻ 100 നിലയുടെ ഒരു കെട്ടിടം, ഒരു ടവർ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്ത മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് യൂണിറ്റ് തോട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് ഡിസൈൻ വന്നു കഴിഞ്ഞാൽ പല കോർപ്പറേറ്റ്സ് അവിടെ വന്ന് നമ്മുടെ സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ആ കോർപ്പറേറ്റ്സ് കൊണ്ടുവന്നിട്ട് മത്സരിച്ച ആൾക്കാർ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. ഇപ്പം നമ്മൾ മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ പെട്രോണാസ് എന്ന് പറഞ്ഞ പെട്രോണാസ് ടവർ ഉണ്ട്. ആ ടവർ സ്റ്റീൽ കൊണ്ടും ഗ്ലാസ് കൊണ്ടും മാത്രം നിർമ്മിച്ച ടവറാണ്. അതെവിടെയായിരുന്നു ആ ടവർ? ഒരു മനുഷ്യന്റെ മനസ്സിലായിരുന്നു. ഞാൻ വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, മനുഷ്യൻ നടന്നു പോകുന്നു, പക്ഷികൾ പറന്നു പോകുന്നു. ഇത് കണ്ടിട്ട് 2 പേര് ചിന്തിച്ചു, എന്തുകൊണ്ട് മനുഷ്യന് പറന്നു പോയിട്ടില്ല? അപ്പൊ ആ ചിന്തയുടെ തോട്ടിന്റെ ഇന്റൻസിറ്റി മില്യൺസ് ഓഫ് യൂണിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പറക്കാൻ പറ്റിയൊരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റി. അത്രയൊന്നും പാടില്ല. ഈ ഞങ്ങളിപ്പോ പദ്ധതി ഇട്ടിരിക്കുന്നത് കേരളത്തിൽ ഒരു 1000 ബില്യണേഴ്സിനെ ഉണ്ടാക്കാനാണ്. ഇത് വളരെ സിമ്പിളാണ്. അവരുടെ മനസ്സിൽ ഇപ്പൊ ഈ പക്ഷികൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനും പറക്കാൻ പറ്റിയെങ്കിൽ അവരുടെ മനസ്സിൽ കേരളത്തിൽ അവസരങ്ങൾ ധാരാളമുണ്ട്. അപ്പം ലോകത്ത് അവസരങ്ങൾ ധാരാളമുണ്ട്. ഈ അവസരങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ മനസ്സിൽ ഈ ഇല്ലായ്മയുടെ ഇല്ലെങ്കിൽ സ്കേഴ്സിറ്റിയുടെ അവയർനെസ് ഉണ്ടെങ്കിൽ വളരെ സെലക്റ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ആ സ്കേഴ്സിറ്റി റിമൂവ് ചെയ്തിട്ട് കേരളത്തിലെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു 1000 ബില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുവഴി ഒരു 10 ലക്ഷം ജോലികളെങ്കിലും